നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മുടെ റാപ്പിഡ് ഫയർ പോലെ തന്നെ EV സീരീസ് എന്നൊരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനെപ്പറ്റി പറയുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇലക്ട്രിക് വാഹനങ്ങൾ കാര്യമായ രീതിയിൽ ഇപ്പോൾ ഇന്ത്യ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ പല ആശങ്കകളും പലർക്കുമുണ്ട്. EVകൾ വാങ്ങിക്കാൻ സമയമായോ, അതുപോലെ EVകളുടെ ചാർജിങ് എത്രത്തോളം ഫലപ്രദമാണ്, എത്ര കിലോമീറ്ററൊക്കെ സാധാരണ കമ്പനി പറയുന്ന റേഞ്ച് കിട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോഴും ആശങ്കയായിട്ട് നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇതൊന്നും കണക്കാക്കാതെ EVകൾ വാങ്ങിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് യാതൊരു ആശങ്കയുമില്ലാതെ ഇവർ EVകൾ വാങ്ങിക്കുന്നത്? അഥവാ വാങ്ങിച്ചതിന് ശേഷം വാങ്ങിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നവരുണ്ടോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അത്തരം ചോദ്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ചിലരെങ്കിലും EVകൾ വാങ്ങിക്കാതെ വിട്ടു നിൽക്കുന്നത്. അപ്പോൾ അവരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം, എന്തുകൊണ്ടാണ് EV വാങ്ങിച്ചത്, EV വാങ്ങിച്ച അബദ്ധമായോ അതോ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനമായോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. നമ്മളോടൊപ്പം ചേർന്ന് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് V-Star ആണ്. V-Star നമ്മുടെ പ്രോഗ്രാമിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ബ്രാൻഡാണ് V-Star. V-Starൻ്റെ ഏറ്റവും പുതിയ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ വീഡിയോയിൽ സ്ഥിരമായിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് കാർബൺ സീറോ ട്രങ്കാണ്. വുഡ് പൾപ്പിൽ നിന്നാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതായത് അവിശ്വസനീയമായ രീതിയിൽ സോഫ്റ്റ് ആണെന്നുള്ളതാണ് പ്രത്യേകത. മറ്റൊരു കാര്യമുള്ളത്, പ്രകൃതിയെ നോവിക്കാതെയാണ് ഈ ഒരു ട്രങ്കിൻ്റെ നിർമ്മാണം എന്നുള്ള കാര്യമാണ്. ഓസ്ട്രേലിയ ബീച്ച്വുഡിൽ നിന്നാണ് ഇതിന് വേണ്ട പൾപ്പ് ശേഖരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഇത് ആൻറ്റി ബാക്ടീരിയൽ ആണെന്നുള്ള കാര്യമാണ്. അതായത് ദീർഘനേരം ദിവസം മുഴുവൻ ധരിച്ചാലും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുകയില്ല. ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് വാങ്ങിച്ച് നോക്കിയാൽ ഇതിൻ്റെ അഡിക്റ്റ് ആകുമെന്നുള്ള കാര്യം സംശയമില്ല. അത്രയധികം സുഖപ്രദമാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട സ്റ്റോറുകളിലും ഈ പ്രൊഡക്റ്റ് ലഭ്യമാണ്. അപ്പോൾ ഇതാണ് കാർബൺ സീറോ ട്രങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഉപയോഗിച്ച് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. തന്നെയുമല്ല, EVകൾ പോലെ തന്നെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന EV ഉപഭോക്താക്കൾ എല്ലാവരും തന്നെ സ്കൂട്ടറുകൾ അല്ലെങ്കിൽ ബൈക്കുകളൊക്കെ ഉള്ളവരാണ്. സാധാരണ നമ്മൾ EV കാറുകളാണ് ഈ ഒരു പ്രോഗ്രാമിൽ കൊണ്ടുവരുന്നതെങ്കിൽ ഇന്ന് പൂർണ്ണമായും ഇലക്ട്രിക് ടൂ വീലറുകളാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ നമുക്കിനി പ്രോഗ്രാമിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് EV സീരീസിൽ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ഓല S1 പ്രോയുടെ ഉടമയാണ്. നമസ്കാരം. നമസ്കാരം. പേര്? ജോയൽ. എന്താണ് ജോയൽ? ഞാൻ സ്പെക്ട്രം എന്നുള്ള മെന്റൽ ഹെൽത്ത് ഏജൻസിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. ശരി. സ്റ്റേറ്റ് കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ കേരളം മുഴുവൻ ഓടുന്ന ആളാണോ? അതെ. ശരി. കേരളം മുഴുവൻ ഓടാൻ ഇലക്ട്രിക് സ്കൂട്ടർ മതിയോ? നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ പക്കയാണ്. ബട്ട് ഇപ്പോൾ ചാർജിങ് സ്റ്റേഷൻസിന്റെ ഫാസ്റ്റ് ചാർജിങ്സ് ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. അതാണ്. അപ്പോൾ എത്ര നേരം എടുക്കും ഫാസ്റ്റ് ചാർജിങ് അല്ലെങ്കിൽ ഇത് ചാർജ് ആകാൻ? അല്ലെങ്കിൽ നോർമലി 5 hours എടുക്കും. 0 to 100. അപ്പോൾ കേരളം മുഴുവൻ ഇത്തരം സ്വന്തം ജോലിക്കാര്യങ്ങൾക്കായിട്ട് ഇത് തന്നെയാണോ പോകുന്നത്? ഞാൻ കോഴിക്കോടൊക്കെ ഇതില്ല പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് പോകുമ്പോൾ എത്ര തവണ ചാർജ് ചെയ്യേണ്ടി വരാറുണ്ട്? വൺ ടൈം ഒരു 30 to 1 hour ചാർജ് ചെയ്താൽ നമുക്ക് എത്തും. ഇൻ ബിറ്റ്വീൻ അല്ലേ? ശരി. അപ്പോൾ ഈ കോഴിക്കോട് വരെ ഓടിക്കുമ്പോൾ അതിൻ്റെ സസ്പെൻഷൻ എങ്ങനെയുണ്ട്? നടുവൊടിയുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. നമ്മൾ റിലാക്സ്ഡ് ആണ്. ഇപ്പോൾ ഇതിൽ ക്രൂസ് മോഡും മ്യൂസിക് സിസ്റ്റം ഉള്ളതുകൊണ്ട് നമ്മൾ ക്രൂസ് ഇട്ട് പാട്ടൊക്കെ. ശരി. എന്തുകൊണ്ടാണ് ഇപ്പോൾ ധാരാളം ഇലക്ട്രിക് സ്കൂട്ടറുകൾ വന്നിട്ടുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഓല വാങ്ങിച്ചത്? ഞാൻ എടുക്കുന്ന ടൈമിൽ iQube ചെയ്തൊക്കെ ഇത് കമ്പനിയിൽ അന്ന് മാർക്കറ്റിൽ അവൈലബിൾ നോക്കിയപ്പോൾ കേരളത്തിൽ അവർക്ക് ഡെലിവറി ഇല്ല. നമ്മൾ കുറെ കോണ്ടാക്ട് ചെയ്തെങ്കിലും ഡെലിവറി ഇല്ല. അങ്ങനെ വന്നപ്പോഴാണ് ഒലയുടെ കടന്നു പോയത്. ആ ടൈമിൽ നമ്മൾ പിന്നെ ബെറ്റർ ഓപ്ഷൻ നോക്കിയപ്പോൾ ഫ്യൂച്ചർ വൈസ് കിലോമീറ്റർ ഇത്രയും ബെറ്റർ ഒലയായിരുന്നു അന്ന്. അന്നൊരു എക്സ്പെരിമെന്റൽ ആയിരുന്നു അല്ല എന്നുള്ളത്. എടുത്തു അല്ലേ? എന്ത് വിലയായി അന്ന് എടുക്കുമ്പോൾ? അന്ന് ഞാൻ എടുക്കുമ്പോൾ 1.45 lakhs. ഏത് വർഷം എടുത്തത്? 21 ലോഞ്ച് ഫസ്റ്റ് ബാച്ചിൽ തന്നെ എടുത്തത്. അപ്പോൾ നല്ല ധൈര്യത്തോടു കൂടി അന്ന് ഇലക്ട്രിക് വണ്ടി എടുത്ത ആളാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് എടുത്ത അബദ്ധമായി തോന്നിയിട്ടുണ്ടോ? ഇല്ല. എത്ര കിലോമീറ്റർ ഓടി കാണും? ഇപ്പോൾ 25,000 നിയർലി. അപ്പോൾ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി പറയാൻ സാധിക്കുന്ന ആളാണ്. 25,000 ഓടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല സ്കൂട്ടറിൻ്റെ കാര്യത്തിൽ. എന്ത് റേഞ്ചാണ് ഇവരന്ന് പറഞ്ഞിരുന്നത്? 135 ആണ് പറയുന്നത്. എത്ര കിട്ടുന്നുണ്ട്? ഇപ്പോൾ ലോങ് ഒക്കെ പോകണമെങ്കിൽ 160 കിട്ടുന്നുണ്ട്. പറയുന്നത് കൂടുതൽ. നമ്മള് ലോക്കൽ ഓടുകയാണെങ്കിൽ കിട്ടില്ല, കാരണം വണ്ടി ഓഫ് ചെയ്ത് എടുക്കുമ്പോൾ ട്രെയിനിങ് ഉണ്ട്. ബട്ട് ഒറ്റ സ്ട്രെച്ചിൽ ലോങ് ഒക്കെ പോവാണെങ്കിൽ നമുക്ക് 159 160 അധികം എക്കണോമിയിൽ പിടിച്ച് പോവുകയാണെങ്കിൽ. അതെങ്ങനെയാണ് എക്കണോമി പിടിക്കുന്നത്? കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂട്ടർ ഓടിക്കുന്നവർക്ക് അതെങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? നമുക്കൊരു അഗ്രസീവ് ആക്സിലറേഷൻ ഇല്ലാതെ ഒരു 40-50 റേഞ്ചിൽ പോയാൽ മതി. അപ്പോൾ റീജനറേറ്റർ നമുക്ക് യൂസ് ചെയ്യാം. മാക്സിമം ബ്രേക്കിംഗ് ഒഴിവാക്കി റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഫോഴ്സിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം യൂസ് ചെയ്ത് തന്നെ ഓടിക്കുന്നത്. ശരി. അപ്പോൾ 40-50 പോവുക, അധികം ബ്രേക്ക് ചെയ്യാതിരിക്കുക, അങ്ങ് ഒഴുകി അങ്ങ് പൊക്കോണ്ടിരിക്കുക അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ റേഞ്ച് കിട്ടാം. ശരി.
ടൈം എടുക്കും. അതെ, കാരണം നമ്മൾ ആ സ്പീഡിൽ പോകുമ്പോൾ അത്രയും ടൈം കോഴിക്കോട് വരെയൊക്കെ എത്തുമ്പോഴത്തേക്കും അതെ ഒരു 4 hours എത്തേണ്ടതായിട്ട് ചിലപ്പോൾ 5 hours 6 hours ആവും ചാർജിങ് ഉൾപ്പെടെ. പക്ഷെ എക്കണോമിക് ആയിട്ട് പോകാൻ പറ്റും. സിറ്റിയിലാണ് എത്ര കിട്ടുന്നുണ്ട് നോക്കിയിട്ടുണ്ടോ? സിറ്റിയിലാണെങ്കിൽ 120 115 ആ റേഞ്ചാണ് കിട്ടുന്നുണ്ട്. എന്താണ് ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം? എന്താ? ക്രൂസിംഗ് ആണ്, ഒപ്പം മ്യൂസിക് സിസ്റ്റം. കാരണം നമുക്ക് ആ ഒരു വോയിസ് ഇല്ലാത്ത അതിൽ ഇത് ചെയ്ത് പോകാൻ പറ്റും. എന്താണ് ഒരു ഫീഡ്ബാക്ക്, ഒരു മോശം ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ അത് ഇപ്പൊ നിലവിൽ സർവീസ് കോസ്റ്റ് ആണ്, എന്നാലും സർവീസ് കോസ്റ്റ് ആണ്. ശരി. നമുക്കിപ്പോ സർവീസ് സെന്റേഴ്സിന്റെ ലാക്ക് അല്ലെങ്കിൽ പീപ്പിളിന്റെ ലാക്ക് ഉണ്ട്, കുറച്ച് ഡിലേ ആവാറുണ്ട്. എന്നാലും ഇപ്പോൾ സർവീസ് സെന്റേഴ്സ് ഇപ്പോൾ കൊച്ചി, കോട്ടയം തുടങ്ങുന്നുണ്ടെന്ന് കേട്ടു. എങ്ങനെയാണ് സർവീസിന് നമ്മൾ എത്തിക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്? നമുക്ക് ഓല ഇലക്ട്രിക് കമ്പാനിയൻ ആപ്പ് ഉണ്ട്, ആപ്പിൽ ബുക്ക് ചെയ്ത ടിക്കറ്റ് കിട്ടും. ടിക്കറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ എത്ര ദിവസം എടുക്കാറുണ്ട് സാധാരണ ഇത് കിട്ടാൻ? സ്ലോട്ട്സ് അവൈലബിൾ ആണെങ്കിൽ നെക്സ്റ്റ് ഡേയ്സ് നമുക്ക് സ്ലോട്ട് കിട്ടും. പിന്നെ പാർട്സ് അവൈലബിലിറ്റി പോലെ. അപ്പോൾ സാധാരണഗതിയിൽ അവിടെ ഒരു ദിവസം കൊണ്ടൊക്കെ ചെയ്ത് തരാറുണ്ടോ? ഉണ്ട്, രാവിലെ കൊടുത്താൽ ഈവനിങ്. അപ്പോൾ എന്താണ് ഒരു വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ള കാര്യം? എന്താ ഈ സർവീസിൻ്റെ കാര്യത്തിൽ? നമ്മുടെ ഗ്രൂപ്പിലൊക്കെയാണ് ഇപ്പോൾ ചില ആൾക്കാർ കൊണ്ടുവച്ചിട്ട് 3 മാസം പിടിച്ചു, 2 മാസം വെച്ചു. അത് ഒന്നില്ലെങ്കിൽ പാർട്ട് അവൈലബിലിറ്റി അല്ലെങ്കിൽ അവർ പോകുന്ന പ്രോപ്പർ ചാനൽ ഇഷ്യൂസ് ആയിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഓലയുടെ കാര്യത്തിൽ എല്ലാ സർവീസ് സെൻറ്റേഴ്സും ഈ ഷോറൂമിനോട് ചേർന്ന് തന്നെ വരുന്നൊക്കെ ഉണ്ട് അല്ലേ? അത് ജനങ്ങളിലേക്ക് അധികം എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അതായിരിക്കും പ്രശ്നം. കാരണം ഉണ്ടെങ്കിലും അവിടെ മൈനർ ആയിട്ടുള്ള ഇതേ ഉള്ളൂ. മെയിൻ ബാറ്ററി ചേഞ്ചോ അല്ലെങ്കിൽ ആക്സിഡന്റ് ക്ലെയിംസ് എല്ലാം മെയിൻ സെന്റേഴ്സിലാണ്. ശരി. ഇതിനൊരു ആക്സിഡന്റ് സംഭവിച്ച ഈ വണ്ടി എവിടെ കൊണ്ട് നന്നാക്കി തരുന്നത്? ഇപ്പോൾ എടപ്പള്ളിയാണ്. എടപ്പള്ളിയിലുണ്ട്, എടപ്പള്ളി ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്താണ് ഇതിൽ. ആണല്ലേ? ആക്സിഡന്റ് ഉണ്ടായി? ആണോ? ആക്സിഡന്റ് ഉണ്ടായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ബിൽ ക്വാളിറ്റി ഒക്കെ അനുഭവിക്കാൻ പറ്റിയോ? ബിൽ ക്വാളിറ്റി നല്ലതാണ്. എന്നാലും ഇടിയുടെ ആ ആക്സിഡന്റിന്റെ കൊല്ലീഷനിൽ പാർട്സ് പൊട്ടി. ആണല്ലേ? ശരി. അതും 1 വീക്കിൽ റെഡിയായി. ആണല്ലേ? വേറെ ഏതെങ്കിലും ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. ഐക്യൂബും ഓടിച്ചിട്ടുണ്ട്. എന്നിട്ട് എങ്ങനെ ഉണ്ട്? ഏതാണ് ഇഷ്ടപ്പെട്ടത്? ക്രൂസിംഗിൽ ഇതാണ് ബെസ്റ്റ് ആണല്ലോ. പിന്നെ എല്ലാ വണ്ടിക്കും അതിൻ്റെതായ ക്വാളിറ്റി വെച്ചിട്ടുണ്ട്. എങ്കിലും എടുത്ത അബദ്ധമാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരാൾ ഓല S1 Pro എടുക്കാൻ തീരുമാനിച്ചാൽ പ്രോത്സാഹിപ്പിക്കും? തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കും. ആളുടെ കണ്ടീഷനും ആളുടെ നീഡ് അനുസരിച്ചായിരിക്കും വണ്ടി എടുക്കണ്ടേ. അതാണ് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ, പറഞ്ഞു കൊടുക്കാതെ. ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന വണ്ടി ഏതാ? ഇതിനു മുമ്പ് മഹീന്ദ്രയുടെ ഡ്യൂറോ എന്ന് പറഞ്ഞ ഫുൾ പെട്രോൾ ആയിരുന്നു. അത് മിസ് ചെയ്യുന്നുണ്ടോ? പെട്രോളിന്റെ ഒരു ശബ്ദവും? ഇല്ല, അങ്ങനെ മിസ് ചെയ്യുന്നില്ല. കാരണം അത് ഓൾമോസ്റ്റ് 15 years ആയി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പെട്രോൾ വണ്ടികൾ സ്ഥിരമായിട്ട് ഓടിച്ച ആൾ ഇലക്ട്രിക്കിലേക്ക് വരുമ്പോൾ അതിന്റെ ശബ്ദം, ഇതിനൊരു ശബ്ദമില്ലായ്മയും ഒക്കെ ആണല്ലോ. ഒരു പെട്രോൾ ഹെഡ് എന്നുള്ള നിലയ്ക്ക് അത് മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അതിനേക്കാളും മികച്ച സംഭവം. ബ്രേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ബ്രേക്കിംഗ് അത്യാവശ്യം നല്ല രീതിക്കുണ്ട്, കുഴപ്പമില്ല. മാക്സിമം എപ്പോഴും റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ബ്രേക്ക് പാഡിന് കമ്പനി പറഞ്ഞതിനേക്കാളും കൂടുതൽ ലൈഫ് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ വളരെ കൃത്യമായിട്ട് എക്കണോമിക്കലായിട്ട് ഓടിക്കുന്ന ആളാണ് നമ്മൾ കണ്ടത്. കാര്യം ചെറുപ്പക്കാരനാണെങ്കിലും അങ്ങനെ വലിയ ആവേശം ഒന്നുമില്ലാതെ മര്യാദയ്ക്കൊക്കെ ഓടിച്ചു പോകുന്നു. അതുകൊണ്ട് നല്ല മൈലേജ് കിട്ടുന്നു. തരക്കേടില്ലാത്ത എന്താണ് സ്പീഡിലൊക്കെ ഓടിച്ചു പോയാൽ നിങ്ങൾക്ക് മോശമല്ലാത്ത മൈലേജ് കിട്ടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം ഈ പറഞ്ഞ നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇലക്ട്രിക് വണ്ടികൾ വാങ്ങിക്കാൻ സമയമായോ എന്നൊരു സംശയം ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നിങ്ങളെപ്പോലുള്ളവർ എന്താണ് അതിനെപ്പറ്റി പറയുന്നതെന്നാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വണ്ടിയൊക്കെ വന്ന കാലത്ത് വാങ്ങിച്ച ആളാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഓലയുടെ കാര്യത്തിൽ, ഓലയുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒഫീഷ്യൽസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സർവീസിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആകേണ്ടതുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഗുഡ് ഡേ. താങ്ക് യു. അപ്പോൾ ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ രംഗത്തൊക്കെ ആദ്യമായിട്ടൊക്കെ വന്ന സ്റ്റാർട്ടപ്പ് കമ്പനികളാണെങ്കിലും പിന്നീട് നമ്മുടെ പഴയ 2 വീലർ കമ്പനികളെല്ലാം ആ ഒരു രംഗത്തേക്ക് വരികയുണ്ടായി. അങ്ങനെ ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹന നിർമ്മാണ കമ്പനിയായ TVSഉം ആ രംഗത്തേക്ക് എത്തി. അത് iQube എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ടാണ്. iQube ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. iQubeൻ്റെ ഉടമയെ പരിചയപ്പെടാം. നമസ്കാരം. സുനിൽ. എന്ത് കേസില്ല? ഞാൻ ഒരു ബാറ്ററിയുടെ ഷോപ്പാണ്, വണ്ടിയുടെ തന്നെ ബാറ്ററി. അത് ശരി. പിന്നെ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടർ തന്നെ ഉപയോഗിക്കണമല്ലോ. അത് ശരി. അപ്പോൾ അതെന്താണ് നമ്മൾ വണ്ടിയുടെ വെച്ചാൽ കാറിന്റെ ഒക്കെ ബാറ്ററി? ഏത് കമ്പനി അത്? ഞാൻ അമർരാജയുടെ അതിന്റെ പവർ സോൺ. അതിന്റെ ടെക്നീഷ്യൻ ആണോ? അല്ലല്ല, ഞാൻ അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ. അത് ശരി. അപ്പം ഈ പറഞ്ഞ പോലെ ബാറ്ററിയുടെ ഏറ്റവും ബന്ധമുള്ള ആളാണ്. അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ എല്ലാ കാര്യങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് iQube എടുത്തതെന്ന് ചോദിക്കുക. കാരണം അത് ഇപ്പോൾ ഓല ഏതൊക്കെയാണല്ലോ സാധാരണ ഒരു ട്രെൻഡായിട്ട് നിൽക്കുന്നത്. എന്തുകൊണ്ട് iQube എടുത്തത്? ഞാനത് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറേ, ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലോക്കലാണ് കൂടുതൽ ഓട്ടം.
പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഒരു കംഫർട്ട് എന്ന് തോന്നിയത് എല്ലാ വണ്ടിയും ഞാൻ ഉപയോഗിച്ചു നോക്കി. ഇരിക്കുമ്പോൾ സാധാരണ ഒരു സ്കൂട്ടറിൽ ഇരിക്കുന്ന ഒരു ഫീൽ തന്നെ. അല്ലെ നമ്മൾ വേറൊരു ഇപ്പം ഞാൻ TVS ജുപ്പിറ്ററാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഫീൽ തന്നെ ഇതിലേക്ക് ഇരുന്നുള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമ്മൾക്ക് അത്യാവശ്യം ബാറ്ററി വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അകത്തുള്ള സ്പേസ് അതെല്ലാം വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നിയത് ഇതാണ്. വേറെ കാര്യം ഇപ്പോൾ ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഇതൊരു ഇലക്ട്രിക് സ്കൂട്ടറാണെന്ന് പോലും തോന്നുന്നില്ല കണ്ടു കഴിഞ്ഞാൽ അല്ലേ. പക്ക സാധാരണ ഒരു സ്കൂട്ടർ കാര്യം സൗണ്ട് ഇല്ലാന്ന് മാത്രമേ ബാക്കിയെല്ലാം ഒരു സാധാ സ്കൂട്ടർ. അപ്പോൾ ആ ഒരു പ്രശ്നം ഫീൽ ചെയ്തു. അതായത് ജൂപ്പിറ്ററിൽ നിന്ന് പെട്രോൾ വണ്ടിയിൽ നിന്ന് നേരെ ഇതിലേക്ക് കയറിയപ്പോഴത്തേക്ക് ഈ സൗണ്ട് ഒന്നും ഇല്ലല്ലോ. തുടക്കം നമുക്കൊരു സൗണ്ട് ഒന്നും കിട്ടാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആൾക്കാർ പെട്ടെന്നൊന്നും മാറൂല. ഇതിന് ശബ്ദമില്ലാതല്ലേ ചെല്ലുന്നത്. പിന്നെ ആ ഒരു തുടക്കത്തിൽ നമ്മളൊന്ന് നമുക്ക് പിന്നെ ഒന്ന് യൂസ്ഡായി വരണം അല്ലേ. പിന്നീട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. എത്ര കാലം ഇപ്പം എടുത്തിട്ട്? ഇപ്പം ഞാൻ എടുത്തിട്ട് 1 വർഷം കഴിഞ്ഞു. 1 വർഷം സർവീസ് ഒക്കെ കഴിഞ്ഞു? സർവീസ് ഇനിയുണ്ട്. ഇപ്പം 20,000 കിലോമീറ്റർ ആയി. 20,000 1 വർഷം കൊണ്ട്? 1 വർഷം ആയിട്ടില്ല. ഞങ്ങൾക്ക് അത്ര ഓട്ടമുണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 70-80 കിലോമീറ്റർ ഒക്കെ ഓടുന്നുണ്ട്. എത്രയാണ് കമ്പനി പറയുന്ന റേഞ്ച്? കമ്പനി ഇത് ബാറ്ററിയിൽ 3 വർഷമല്ലേ. അതല്ല, എത്ര ഓടുമെന്നാ പറയുന്നത്? 100 കിലോമീറ്റർ. അപ്പോൾ എത്ര കിട്ടുന്നുണ്ട് ശരിക്കും? 100 കിട്ടുന്നുണ്ട്. ആണല്ലേ. നമുക്കൊരു 90 കഴിയുമ്പോൾ വണ്ടിയുടെ ഒരു സ്പീഡ് കുറയും. അങ്ങനെ ഒരു ചാർജ് ചെയ്താൽ മതി. വേറെ ബുദ്ധിമുട്ട്. എത്ര നേരം എടുക്കും ചാർജ് ചെയ്യാൻ? ചാർജ് ചെയ്യാൻ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഫുൾ ചാർജിന്. ഫുൾ ചാർജ്. പക്ഷെ അതിപ്പോൾ നിങ്ങളുടെ പോലെയുള്ള ആൾക്കാരുടെ ഓട്ടത്തിനെ ബാധിക്കുന്നില്ല ഈ 3-4 മണിക്കൂർ? ഞങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രാവിലെയാണ് നമ്മുടെ രാവിലെ തൊട്ട് ഒരു വൈകുന്നേരം വരെ ഒരു 9:30 തൊട്ട് ഒരു 5:30 വരെയാണ് നമ്മുടെ ഈ ഓട്ടം. അപ്പോൾ നമ്മൾ രാത്രി ഇതങ്ങ് ചാർജ് ചെയ്യും, രാവിലെ അങ്ങ് തുടങ്ങും. പിന്നെ തീരുമ്പോഴത്തേക്കും നമ്മൾ ഓഫീസിൽ തന്നെ കൊണ്ട് കുത്തിയിട്ട് അതിനെ ചാർജായി വീണ്ടും അങ്ങോട്ട് ഉപയോഗം. അപ്പോൾ നിങ്ങളൊക്കെ സ്ഥിരം കൈകാര്യം ചെയ്യുന്ന ബാറ്ററി ടെക്നോളജിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണല്ലോ ഇത്. ബാറ്ററി വ്യത്യാസമുണ്ട്. ലിഥിയം-അയണാണല്ലോ. അത് അഴിച്ചൊക്കെ പരിശോധിച്ചോ? അഴിച്ചൊക്കെ ഇല്ല. അഴിക്കാൻ ആഗ്രഹമുണ്ട്, പിന്നീട് നോക്കാം. വേണ്ട, നമ്മൾ തന്നെ പൈസ കൊടുക്കണ്ടേ, അതുകൊണ്ടൊന്നും ചെയ്തല്ല. പക്ഷെ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയത് ഇപ്പം നമ്മൾ അത്യാവശ്യം ബാറ്ററിയൊക്കെ ഇവിടെ വയ്ക്കാറുണ്ട്, കൊണ്ടു നടക്കാറുണ്ട്. അപ്പം ഞാൻ ജുപ്പിറ്റർ ഉപയോഗിച്ചിട്ട് ഇത് ഉപയോഗിച്ചപ്പോഴും നമുക്ക് പെട്രോളിൽ ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. കാര്യം ഞാനൊരു ദിവസം 200 രൂപ 250 300 രൂപ വരെ പെട്രോൾ അടിക്കുന്നതാണ്. അപ്പം അതിൽ നിന്ന് ഇതിലേക്ക് മാറിയപ്പോൾ 6,000-7,000 രൂപ ലാഭം വന്നു. അതെ, ഭയങ്കര വ്യത്യാസം. പിന്നെ അതുകൂടാതെ ഞാനിപ്പോൾ ഒരെണ്ണവും കൂടി ബുക്ക് ചെയ്യാം. ആണോ? കാര്യം നമുക്ക് കുറച്ചും കൂടി ലാഭം. അതായത് എത്ര രൂപയായത് ഓൺ റോഡ് എടുത്തപ്പോൾ? ഇതിപ്പോൾ ഞാൻ എടുത്തപ്പോൾ 1,34 അങ്ങനെ ആയിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ പലരുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇപ്പോൾ ഇലക്ട്രിക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചാർജിങ് പ്രോപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഇത്രയും ഒരു പറയുന്ന അത്രയും ദൂരം ഓടുമ്പോൾ അത്രയും ചില ആശങ്കകളുണ്ടല്ലോ. അതൊന്നും ഇത് എടുക്കുമ്പോൾ അങ്ങനെ അതൊക്കെ എടുത്തപ്പോൾ എനിക്കും അത് തന്നെയായിരുന്നു പ്രശ്നം. പക്ഷേ അതൊരു 1 മാസം യൂസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിലാകെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു 70 കിലോമീറ്റർ ഒക്കെ ഓടുന്ന ഒരാളാണ് ഇതുകൊണ്ട് പ്രോഫിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ 4 മണിക്കൂർ ചാർജ് ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യം. കുറേ പേര് ഓടിപ്പോയിട്ട് 50 കിലോമീറ്റർ 60 കിലോമീറ്റർ അല്ലെങ്കിൽ ആകെ 20 കിലോമീറ്റർ ഒക്കെ ഓടുന്ന ആൾക്കാരുണ്ട്. അത് അവർ പറയുന്നുണ്ട് വേണ്ട. അങ്ങനെയുള്ള ആൾക്കാർ ഇത് എടുത്തിട്ട് കാര്യമില്ല. ശരിക്കും ഇവരെപ്പോലുള്ളവർക്ക് വളരെ ലാഭകരമാണ്, ഭയങ്കര ലാഭകരമാണ്. തന്നെയല്ല എനിക്കിപ്പോൾ തോന്നുന്നു ഇപ്പോൾ ഒരു 3-4 വർഷം കഴിഞ്ഞ ബാറ്ററി നശിച്ചു പോയാൽ എത്ര ലാഭം കിട്ടിക്കഴിഞ്ഞു. നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഏകദേശമൊക്കെ മുതലായി. പിന്നെ ഒന്നും ചെയ്യാനില്ല, വണ്ടി അങ്ങ് കൊടുത്താലും കുഴപ്പമില്ല. എന്തെങ്കിലും കൂടെ ഒക്കെ ഒന്ന് ആഡ് ചെയ്താൽ കൊള്ളാമായിരുന്നു തോന്നുന്നു. എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ അതോ എല്ലാം? അല്ല, ഇതിലിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബേസ് മോഡലാണ്. ഇതിൻ്റെ വേറെ മോഡലുണ്ട്. നമ്മളുടെ ഓട്ടത്തിന് ഇത് മതി. കുറേ വണ്ടികളിൽ പാട്ട് കേൾക്കുന്ന നമുക്ക് പറ്റൂലായിരുന്നു. നമ്മൾ അത്രയ്ക്ക് തിരക്കിട്ട ഓട്ടത്തിനുള്ള സമയമില്ല. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഞാൻ TVS iQube എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ സജസ്റ്റ് ചെയ്യുമോ? തീർച്ചയായിട്ടും ഒന്ന് നല്ല സർവീസാണ്. അവരാണെങ്കിലും ഞാൻ ജുപ്പിറ്റർ ഓടിച്ചിട്ട് എനിക്ക് മറ്റു വണ്ടികളും ഞാൻ ഉണ്ടായിരുന്ന, പക്ഷേ TVSൽ നല്ല സർവീസ് കിട്ടുന്നുണ്ട്. കൊച്ചിൻ TVSൽ എനിക്ക് അവിടെ ഞാൻ വണ്ടി എടുത്തെടുത്ത് എല്ലാവരുമായിട്ടുള്ള പരിചയമാണ്. പക്ഷേ നല്ല സർവീസ് കിട്ടുന്നുണ്ട്. സർവീസ് വിളിച്ചാൽ 400 രൂപ. നമ്മളിപ്പോൾ അല്ലാതെ ഒരു വണ്ടി കൊണ്ടു കൊടുത്താൽ ഓയിൽ ചേഞ്ച് അത് ഇതൊക്കെ ആയിട്ട് പിന്നെ നല്ലൊരു എമൗണ്ട് വരും. ഇതിന് നമുക്ക് ആകെ വരുന്നത് 400 രൂപ. എത്ര കിലോമീറ്റർ ഓടുമ്പോഴാണ് സർവീസിൻ്റെ? ഇതിന് 4,000 കിലോമീറ്റർ ഓടുമ്പോഴേ ഉള്ളൂ. നിങ്ങളുടെ കാര്യത്തിൽ 400 രൂപ. അപ്പോൾ എൻ്റെ അമ്മ ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓടി വാങ്ങിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. 20,000 കിലോമീറ്റർ ഓടിയപ്പോഴും എനിക്കൊന്നും ആയിട്ടില്ല. അത് കൊള്ളാം. അപ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, ആശങ്കകളൊന്നും വേണ്ടെന്നാണ് EVONUS നമ്മൾ ഇതുവരെ കണ്ട 2 പേരും പറഞ്ഞിരിക്കുന്നത്.
ഈ ചാർജിങ് സ്റ്റേഷൻസിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ എത്രത്തോളം റേഞ്ച് കിട്ടും, അത്തരം പ്രശ്നങ്ങൾ നമ്മൾ ഓടുന്ന അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇതുപോലെ ദിവസം 70 കിലോമീറ്റർ ഓടുന്ന ഒരാളെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രോഫിറ്റബിളാണ് ഇതാണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള TVS iQube ഉടമയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇനിയും അടുത്ത iQube എടുക്കാൻ പോകണം. അന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം മികച്ച സർവീസ്, എത്രത്തോളം മികച്ച വാഹനമൊക്കെയാണ് iQube എന്നുള്ള കാര്യം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഏതായാലും അപ്പോൾ പവർ സോൺ ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും കൂടുതൽ വണ്ടികൾ വാങ്ങിക്കട്ടെ, ഇലക്ട്രിക് വണ്ടികളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ രംഗത്ത് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട 2 സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് ഓലയും ഏതറും. രണ്ടും നമ്മൾ കാര്യമായ രീതിയിൽ കൈനീട്ടി സ്വീകരിച്ചു എന്ന് പറയാം ഇന്ത്യക്കാർ. എങ്കിലും കുറേ പ്രശ്നങ്ങളൊക്കെ ആദ്യകാലത്തൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏതറിൻ്റെ 450S ഉടമയാണ്. നമസ്കാരം. നമസ്കാരം. പേര്? പ്രണവ്. എന്ത് ചെയ്തു പ്രണവ്? ഞാനൊരു ബാങ്കിൽ വർക്ക് ചെയ്തത്. ബാങ്കിലാണ്. അപ്പോൾ കാര്യമായ ഓട്ടം ഉണ്ട് ആണോ? ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. ഉണ്ട് സാർ. എത്ര കാലം ഇപ്പം ഏതർ എടുത്തിട്ട്? സാർ ഞാനിപ്പോൾ 4 മാസമായി. 4 മാസമായി. എന്തുകൊണ്ടാണ് ഏതർ എടുത്തത്? കാരണം ധാരാളം ഓപ്ഷൻസ് ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇതിലേക്ക് എത്തിയത്? സാർ ഞാൻ ഫസ്റ്റ് ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടർ എന്നല്ല എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാനൊരു ബൈക്കിലോട്ടായിരുന്നു, ഒരു പെട്രോൾ വണ്ടിയിലോട്ടായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ചോയ്സ് അതായിരുന്നു. പിന്നീട് ഞാൻ ഏതറിൻ്റെ ഒരു വണ്ടീൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓടിച്ചു നോക്കി. കാരണം ഞാൻ അതിന് മുമ്പ് സ്കൂട്ടറായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ നല്ല ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന സെഗ്മെന്റിൽ മാറ്റിയിട്ട് ബൈക്കിലോട്ട് മാറ്റിയത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനൊരു ഫ്രണ്ട് ഇവിടെ 450X ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ആ വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എനിക്ക് ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ ഡേ ഫുള്ളായിട്ട് ഞാൻ ആ വണ്ടി ഉപയോഗിച്ചായിരുന്നു. ഉപയോഗിച്ച ശേഷമാണ് എനിക്ക് ഇത് ഇത്തിരി നല്ലൊരു വണ്ടിയാണെന്നും അതേപോലെ എനിക്ക് ഓടാനുള്ള എല്ലാ ഫെസിലിറ്റി ആയിരുന്നു. ഞാൻ ഒരു ദിവസം അപ്രോക്സിമേറ്റ്ലി ഒരു 60 കിലോമീറ്ററോളം ഞാൻ ട്രാവൽ ചെയ്യുന്ന വ്യക്തിയാണ്. അത് എനിക്കിതിൽ കവറാവുന്നുണ്ട്. ഞാൻ പെട്രോൾ വണ്ടിയാണെങ്കിൽ എനിക്കൊരു 150-180 വരെ പെർ ഡേ എനിക്കതിൽ. അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിനോട് ചോദിച്ചു നിനക്ക് എത്രയാണ് അപ്രോക്സിമേറ്റ്ലി കറണ്ട് ബില്ല് എത്ര വരുന്നത് ചോദിച്ചു. അവൻ പറഞ്ഞു 600 to 700 അത്രേ വരുന്നുള്ളൂ. അപ്പോൾ അതാണ് മെയിനായിട്ട് കഴിഞ്ഞാൽ കംഫർട്ടും പ്ലസ് ഒരു എക്കണോമി. അപ്പോൾ ഈ ആദ്യം ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറിൽ ഈ നടുവേന വരാനുള്ള കാര്യം എന്തായിരുന്നു പിന്നെ മനസ്സിലാക്കിയോ? അതായത് ഇതിന്റെ സീറ്റിംഗ് പൊസിഷനാണ് സാർ. കാരണം അത് ഫ്ലാറ്റ് സീറ്റ് ആണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആ വണ്ടി വെച്ച് നോക്കുമ്പോൾ എനിക്കിത് ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യേണ്ടി വരും. ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ എപ്പോഴും ബാക്കിന് ഒരു സ്ട്രെയിൻ ആണ്. കാരണം ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 6 കിലോമീറ്റർ ഓടുക എന്ന് പറയുമ്പോൾ അത് ഇത്തിരി സ്ട്രെയിൻ ആണ്. അപ്പോൾ അന്ന് ഓടിച്ചു നോക്കിയത് ഏതറാണല്ലോ ഫ്രണ്ടിന്റെ? പിന്നെ വേറെ ഏതെങ്കിലും ഓടിച്ചു നോക്കി അതോ ഇത് അത് തന്നെ മതി? ഞാൻ വേറെ 1-2 ഇലക്ട്രിക് ബൈക്കുകൾ നോക്കിയായിരുന്നു. അപ്പോൾ അതിന്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. കുറച്ച് ഡ്രോബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഫ്രണ്ട് പറഞ്ഞു ഇവിടെ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി അത് ഓക്കെയാണ്. കാരണം ബാക്കിയുള്ള വണ്ടിയെല്ലാം മോണോ ഷോക്ക് അല്ല. ഞാൻ മെയിനായിട്ട് ഈ മോണോ ഷോക്ക് എന്നൊരു കോൺസെപ്റ്റാണ് നോക്കിയത്. അത് വേറെ വണ്ടിയിൽ ഞാൻ ഇതുവരെയായിട്ട് ഞാൻ കണ്ടില്ല. ഇനി ഉണ്ടോയെന്ന് അറിയത്തുമില്ല സർ. ശരി. അപ്പോൾ ഇപ്പോൾ എല്ലാ തരത്തിലും ഹാപ്പിയാണോ ഈ വണ്ടിയുടെ കാര്യത്തിൽ? ഞാൻ ഇതുവരെയായിട്ടും ഹാപ്പിയാണ്. വേറെ എനിക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ സർവീസ് ആയാലും ഷോറൂമിന്റെ സൈഡിൽ ഒന്നും ഉണ്ടായിട്ടില്ല. സർവീസ് എങ്ങനെയാണ് സാധാരണ? ഇപ്പം നമ്മൾ ഓലയുടെ കാര്യത്തിൽ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്ത് അവരൊരു ടിക്കറ്റ് തരുന്നു, അത് വെച്ചിട്ട് ഇത് അങ്ങനെ സെയിം തന്നെയാണ് സാർ. കാരണം നമ്മൾ 5000 കിലോമീറ്ററിലാണ് സർവീസ് വരുന്നത്. നമ്മൾ 5000 കിലോമീറ്ററിന് മുമ്പ് നമ്മൾ സ്ലോട്ട് നമ്മുടെ ഏതറിന്റെ ആപ്പ് ഉണ്ടല്ലോ, ആപ്പ് വഴി നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്ത് നമ്മൾ ആ ഒരു ടൈം അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു എനിക്കറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടാറുണ്ട്. അല്ല സാധാരണഗതിയിൽ ഈ സ്ലോട്ട് കിട്ടാൻ എത്ര ദിവസം എടുക്കാറുണ്ട്? സ്ലോട്ട് എനിക്ക് അങ്ങനെ ഡിലേ വന്നിട്ടില്ല എന്റെ കാര്യത്തിലാണ് സാർ. എനിക്ക് ഓൺലൈൻ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും സ്ലോട്ട് കിട്ടുന്ന ഒരേപോലെ ആയിരിക്കും. ഞാൻ സ്ലോട്ട് അല്ലാതെയാണ് അത് വളഞ്ഞ വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരിചയം വെച്ചിട്ടുള്ള എന്ത് മൈലേജ് കിട്ടുന്നുണ്ടാവും സാർ? ഇത് 90 ആണ് എക്കോ പറയുന്നത്, സ്മാർട്ട് എക്കോ പറയുന്നത്. പക്ഷേ ഞാൻ സ്മാർട്ട് എക്കോ അല്ല ഉപയോഗിക്കുന്നത്. ഞാൻ റൈഡ് മോഡാണ് ഉപയോഗിക്കുന്നത്. എനിക്കൊരു 70 അപ്രോക്സിമേറ്റ്ലി 72. കാരണം ഞാൻ രാവിലെ ഒരു ഫുൾ ചാർജ് 75 വെച്ച് ഇറക്കിയ ഫുൾ ചാർജ് ആയിട്ട് വന്നാൽ പോലും ഞാൻ തിരിച്ചു വീടെത്തുമ്പോഴേക്കും ഒരു 72 ആകും. അപ്പോൾ അതൊരു റേഞ്ച് ആങ്സൈറ്റി തോന്നാറില്ല? കാരണം ഇതുപോലെയൊക്കെ ഓട്ടം ദിവസം 60 കിലോമീറ്റർ ഓട്ടം ഉള്ള ഒരാൾക്ക് 70-72 കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടി ഓടിക്കുമ്പോൾ ഈ ഒരു പ്രശ്നം ഇല്ല? ഇങ്ങനെ ഇത് തീരുവോ എന്നുള്ളൊരു തൊട്ടടുത്ത് കിട്ടുന്നുണ്ട് സാർ. ഞാൻ പിന്നെ വീട്ടിലേക്ക് വെച്ചിട്ട് കണക്ക് നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി ഒരു റേഞ്ച് ഉണ്ടല്ലോ സാർ. ഞാൻ MG റോഡാണ് വർക്ക് ചെയ്യുന്നത്. MG റോഡിൽ നിന്ന് വീട്ടിലേക്ക് ഒരു 18 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 22
ബാക്കിയുള്ളപ്പോൾ നമ്മൾ പിടിയും. അതാണ് ഒരു പ്ലാനിങ് വേണം അല്ലേ? തീർച്ചയായും സാർ. കാരണം 20 താഴെയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് ഗ്രിഡ് ഉണ്ട്. അപ്പോൾ ഗ്രിഡിലിട്ട് ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് എത്ര ചാർജ് കിട്ടാറുണ്ട് സാർ? ഒരു 35% ആവും. അത്ര ആവും സാർ? 40 മിനിറ്റ്സ് മതി തോന്നുന്നു 80% ആവാൻ. കാരണം നമ്മൾ അത്രയ്ക്കും ഗ്രിഡ് അധികം ആശ്രയിക്കാറില്ല. ആശ്രയിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര തിരക്കാണ് സാർ. നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യുമ്പോൾ എത്ര നേരം എടുക്കാറുണ്ട്? 8 മണിക്കൂർ. 8 മണിക്കൂർ. അപ്പോൾ രാത്രി കൊണ്ടുപോയി കുത്തിയിടും. ഞാൻ ചെന്നപാടെ ഒരു മിനിറ്റിന് ശേഷം ചാർജിനിടും. ചാർജ് ഇട്ടിട്ട് പിന്നെ ഞാൻ ഓട്ടോ കട്ട് ഓഫ് ആണല്ലോ സാർ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി കട്ടായിട്ടുണ്ടാവും. ഈ ഇലക്ട്രിക് വണ്ടി വാങ്ങിക്കുന്നവരുടെ കാര്യത്തിൽ പല ആശങ്കകളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇത്ര റേഞ്ച് കിട്ടുമെന്നുള്ള ചോദ്യം, അതുപോലെ തന്നെ ബാറ്ററി എത്ര ലൈഫ് കിട്ടും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പലരും ഇത് വാങ്ങിക്കാതെ നിൽക്കുന്ന കാര്യം. അത്തരം ആശങ്കകളൊന്നും വാങ്ങിക്കുമ്പോൾ തോന്നിയിട്ടില്ല സാർ? ആശങ്ക ആദ്യം ഞാൻ ആദ്യം ഈ EV എനിക്ക് എല്ലാവരും വിചാരിക്കുന്ന പോലെ ഞാനും നെഗറ്റീവായിട്ട് ചിന്തിച്ചൊരു വ്യക്തിയായിരുന്നു. കാരണം ഇതേപോലെ റീസെയിൽ വാല്യൂ ഉണ്ടോ അങ്ങനെ നമുക്കങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷേ നമ്മൾ പെട്രോൾ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിത് മുതലാക്കി എടുക്കാൻ പറ്റും സാർ. നമ്മൾ ഓടിച്ച് നമുക്ക് നമ്മളുടെ എത്രയാണോ നമ്മുടെ ഇറക്കിയ ക്യാഷിന് കൂടുതൽ നമുക്ക് ഇതിന് റിട്ടേൺസ് കിട്ടും. അതുകൊണ്ട് തന്നെ പിന്നെ ബാറ്ററിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നോ ഇഷ്യൂസ്. ഇത് തന്നെയാണ് നമ്മൾ തൊട്ട് മുമ്പ് സംസാരിച്ച TVSൻ്റെ ഐക്യൂവിൻ്റെ ഉടമയും പറഞ്ഞത്. മുതലായി കഴിഞ്ഞു, ഇനി പിന്നെ എന്ത് സംഭവിച്ചാൽ നമുക്ക് കുഴപ്പമില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. ആ ഒരു രീതിക്ക് ചിന്തിക്കുന്നില്ല. എല്ലാവരും പറയുന്നത് ഈ പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്ന പോലെ ഒരു ലോങ് ടൈം 10 to 15 years ഓടിക്കാം. അതിന് ഓടിക്കാൻ പറ്റായ്മൊന്നുമില്ല സാർ. ഓടിക്കാം. എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട് എടുത്തിട്ട് ഏകദേശം ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. ബാറ്ററിക്ക് ഇതുവരെയായിട്ടും കംപ്ലൈൻറ്റ്, അവൻ്റെ വണ്ടിക്ക് ഇതുവരെയായിട്ട് കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. അല്ല, ആ കാലം കൊണ്ടൊന്നും എന്തായാലും വരില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് 5 വർഷം കഴിഞ്ഞ സാർ ആ വണ്ടി ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 50K പ്ലസ് ആയി. എന്നിട്ട് കുഴപ്പമില്ല. അതെ പെട്രോൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവനത് ഓക്കെ. അപ്പോൾ ഈ നടുവേന ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല? ഇല്ല സാർ, ഒന്നുമില്ല. അതുകൊള്ളാം, അത് ഗംഭീരമുണ്ട് കേട്ടോ. ഏതായാലും അപ്പം ഒരാൾ ഈ വണ്ടി വാങ്ങിക്കാൻ വേണ്ടി സജഷൻ ചോദിച്ചാൽ വാങ്ങിച്ചോളാൻ പറയും? കണ്ണടച്ച് പറയും? ഞാൻ പറയും. കാരണം നമ്മൾക്ക് ഡെയിലി ഒരു 60-65 കിലോമീറ്റർ റെയിൽ ഓടുന്ന ഒരു വ്യക്തിക്ക് ഇത് ഓക്കെയാണ്. ഇപ്പോൾ ഒരു ഇത്തിരി കൂടി കൂടുതൽ ഓടുന്ന ആൾക്കാർക്കാണെങ്കിൽ 450X ഞാൻ ഓപ്റ്റ് ചെയ്യും. എനിക്കത് വേണ്ടാത്തതുകൊണ്ടാണ് ഞാനത്, എനിക്കത്ര ഒരു ഓട്ടമില്ല. നമ്മളിപ്പോൾ അത്ര ഒരു ഓടുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മുടെ ആവശ്യത്തിനുള്ള അത് മാത്രം നമ്മൾ എടുത്താൽ മതി. ഇപ്പോൾ എന്ത് വിലക്കാണ് വാങ്ങിച്ചത്? എത്ര രൂപയാണ് സാർ? ഞാൻ മറ്റേ ഡിസ്കൗണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, ഇടയ്ക്ക് വന്നു ആ സമയത്തായിരുന്നു. എനിക്ക് തോന്നുന്നു 140. അത് ഏതാണ്ട് ഇപ്പം തന്നെ മുതലായിട്ടുണ്ടാകുമെന്നാണ് അല്ലേ? വരുന്നുണ്ടോ? 4 മാസമേ ഉള്ളൂ. ഇപ്പം അപ്രോക്സിമേറ്റ്ലി ഞാൻ ഇടയ്ക്ക് എല്ലാ ദിവസവും എല്ലാ വീക്കിലും ഞാൻ നോക്കാറുണ്ട് എത്ര രൂപ ഞാൻ ലാഭിക്കുമെന്ന്. കാരണം നമ്മളിപ്പോൾ ലാഭമാണല്ലോ സാർ. അപ്രോക്സിമേറ്റ്ലി ഒരു 10-15,000 രൂപ ഞാൻ പെട്രോൾ ഇനത്തിൽ തന്നെ ലാഭിച്ചിട്ട് കഴിഞ്ഞു 4 മാസം കഴിഞ്ഞു. അതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 10 വർഷം കഴിഞ്ഞ് ഈ വണ്ടിക്ക് എന്ത് സംഭവിക്കും എന്നൊന്നും വിചാരിച്ച് ആശങ്കപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ 1-2 വർഷം പോലും വേണ്ട, ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ മുടക്കിയ പൈസയും അതിനപ്പുറത്തേക്കുള്ളത് മുതലാകാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ EVകൾ വാങ്ങിക്കാൻ സമയമായി എന്നാണ് നമ്മൾ ഇതുവരെ സംസാരിച്ച 3 പേരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് EV എടുത്ത് ഒരു പരീക്ഷണം നടത്തിയവരാണ് ഇവരെല്ലാവരും തന്നെ. അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണെന്നുള്ള ഒരു സംശയമില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ നടുവേനൊന്നും ഇല്ലാതെ മുന്നോട്ട് പോട്ടെ ജീവിതം. സാറിനെ കാണാൻ പറ്റില്ല, വളരെ സന്തോഷം. ഞാൻ സാറിൻ്റെ എല്ലാ വീഡിയോ കാണാറുണ്ട്. സാറിൻ്റെ സബ്സ്ക്രൈബറാണ്. താങ്ക് യു. അതാണ് മെയിനായിട്ട് വന്നത്. സാറിനെ കൂടി കാണാമല്ലോ. ആയിക്കോട്ടെ. അപ്പോൾ നമ്മളിതുവരെ 3 പുരുഷന്മാരോടാണ് സംസാരിച്ചത്, ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുന്നവർ. ഇപ്പോൾ നമ്മളൊരു പെൺകുട്ടിയാണ് അവിടെ. നമസ്കാരം. പേര്? എന്ത് ചെയ്യുന്ന? ഞാൻ വർക്ക് ചെയ്യാണ്. ഞാൻ കണ്ണാടിക്കാട് അവിടെ UK നഴ്സസിന്റെ റിക്രൂട്ട്മെന്റ് കമ്പനിയിലാണ്. ശരി. ഇപ്പൊ എങ്ങനെയുണ്ട് UK-ലേക്കുള്ള നഴ്സുമാർ? ഇപ്പൊ എന്തൊക്കെയോ ഈ സ്പൗസ് ഇഷ്യൂസ് ഒക്കെ വന്ന് പോകുന്നുണ്ടോ? സ്പൗസ് ഇഷ്യൂസ് ഉണ്ട്, പക്ഷേ ഇപ്പൊ നിലവിൽ UK പ്രോസസ്സിംഗ് കുറച്ച് കുറവാണ്. അവിടെ ഇലക്ഷന്റെ ഒക്കെ നടക്കുന്നുണ്ട്, ഇപ്പൊ കുറച്ച് കുറവാണ്. എന്നാലും പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ നഴ്സുമാർ അധികം ഓപ്റ്റ് ചെയ്യുന്ന UK ആണോ? അയർലൻഡും UK ഒക്കെ ആണല്ലേ? USA ആണ് കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത്, പക്ഷേ പെട്ടെന്ന് അവിടെ കിട്ടാൻ പാടാണ്. UK നന്നായിട്ട് തോന്നുന്നു. അപ്പം ഓഫീസിൽ ഇരുന്നുള്ള ജോലിയാണോ അതോ? ആണ്. അപ്പം ഓല S1 Pro ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് ഓല എടുത്തത്? ഓല എടുത്തത് ആ സമയത്ത് ഏത്തറും ഓലയായിരുന്നു എൻ്റെ ഓപ്ഷൻ. ഞാൻ ഒരു 1 year ആവുന്നുള്ളൂ. അപ്പോൾ ബഡ്ജറ്റിലും നോക്കിയപ്പോഴും പിന്നെ ഇതിൽ S1 Proയിൽ പാട്ടുണ്ടെന്ന് പറഞ്ഞു. ഏത്തറിൻ്റെ ഓപ്ഷൻ ഇല്ല. പിന്നെ ഏത്തറിന് കുറച്ചും കൂടെ എമൗണ്ട് കൂടുതലായിരുന്നു. അപ്പോൾ ഐ തോട്ട് ഓല തന്നെ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ രണ്ടിലും കാണാൻ ഇഷ്ടപ്പെട്ട ഏതായിരുന്നു?
ഒല തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏത്തർ കുറച്ചും കൂടെ സ്കെൽട്ടൻ പോലെ എനിക്ക് തോന്നി. പക്ഷെ നല്ലതാണ്, കാണാൻ നല്ലതാണ്. ഒലയാണ് കുറച്ചും കൂടെ. എവിടെ നിന്ന് എത്ര ദൂരം ദിവസം ഓടിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന്? ഞാൻ ഇതായതുകൊണ്ട് കുറച്ചും കൂടെ അഹങ്കാരം കാണിച്ച് ഞാൻ കുറച്ചധികം സ്ഥലത്ത് കൂടെ കറങ്ങുന്നുണ്ട്. അതെ അതെ. ഞാനൊരു എനിക്ക് ഇപ്പോൾ വർക്കിന് പോകാനാണെങ്കിൽ തന്നെ ഒരു വീട്ടിൽ നിന്ന് അങ്ങടേക്ക് ഒരു 7 to 8 കിലോമീറ്റേഴ്സ്, ഒരു 16 കിലോമീറ്റേഴ്സ് ഒരു ദിവസം ഓടും. എന്തായാലും ഉണ്ട്. പിന്നെ അല്ലറച്ചില്ല ഓട്ടം വേറെ. എന്ത് റേഞ്ച് കിട്ടുന്നുണ്ട് ഇപ്പോൾ നോക്കിയിട്ടുണ്ടോ? ഇപ്പോൾ റേഞ്ച് കിട്ടുന്ന വെച്ചാൽ ഒരു 35 കിലോമീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ നല്ല ഒരു റേഞ്ച് ഉണ്ട്. എങ്ങനെ വന്നാലും 135 ആണ് ഇവർ പറയുന്നതെങ്കിൽ പോലും എൻ്റെ ഓട്ടത്തിൽ ഒരു 100 എങ്ങനെ വന്നാലും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുതൽ ദൂരം ഓടിച്ചിട്ടുണ്ടല്ലേ? ഞാൻ ഒരു എവിടെയായിരുന്നു, പാനിയിൽ പോരല്ല, അതിന്റെ ഇടയ്ക്ക് ഒരു സ്ഥലമുണ്ട്, അവിടെ വരെയൊക്കെ അപ്പുറമൊക്കെ പോയി അവിടെ ഒന്ന് കുത്തിരേണ്ടി വന്നിട്ട് തിരിച്ചു. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഞാൻ ഓല S1 Pro എടുത്തോട്ടെന്ന് ചോദിച്ചാൽ എടുത്തോളം പറയുമോ? നോ. ഇല്ല. നോ. അതെന്താ? കസ്റ്റമർ സർവീസ് ആണെങ്കിലും അല്ലാത്തുള്ള കാര്യങ്ങളാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒല വേണ്ട. ആണല്ലേ? അതെ അതെ. എന്താണ് എക്സ്പീരിയൻസ്? എന്താണ് അങ്ങനെ ഒരു മോശം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എടുത്തതിന്റെ 1 month കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ACDCയുടെ എന്തൊരു ഇഷ്യൂ വന്നെന്ന് പറഞ്ഞത്. അതെനിക്കറിയില്ല എന്താ സംഭവം. ഞാൻ വെറുതെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേനും ഫുൾ സംഭവം ബ്ലാങ്ക് ആവുകയാണ്, സ്ക്രീൻ ബ്ലാങ്ക് ആവുന്നു, വണ്ടി ഓഫായി. എടുത്ത് 1 month ആയിട്ടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാനുള്ള ഇവിടെ അല്ല, ഞാൻ പൂക്കാട്ടുപടിയാണ്. അപ്പൊ ആരെ വിളിക്കണം എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ ഇവരുടെ കസ്റ്റമർ സർവീസൊക്കെ വിളിച്ചു. കസ്റ്റമർ സർവീസ് വിളിച്ചിട്ടാണെങ്കിൽ ഇവർ അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ, റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് ബട്ടൺ ഒന്നും അനങ്ങുന്നില്ല. അപ്പോൾ ഞാൻ പാനിക്കായി, നല്ലപോലെ പാനിക്കായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അവർ വിളിക്കുന്നു, അവർ ഇവിടെ വിളിക്കാൻ പറയുന്നു. അപ്പോഴേക്കും 5:36 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർവീസ് ആരും വരില്ല എന്ന് പറയുന്നു. അപ്പം നിങ്ങളെന്താ ഈ പറയണ, ഞാനിവിടെ ഒരാളെ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാണ്, ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് 2 അടി വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അടിയാ അത്. അപ്പൊ ഞാൻ സെയിം ടൈം ചിരിയും വന്നു, സെയിം ടൈം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. ഓട്ടോമൊബൈൽസിന്റെ ജഗതിയുടെ സ്ഥിതിയാണല്ലോ. ഞാൻ എന്നിട്ട് വേറൊരുത്തനെ വിളിച്ചു വരുത്തിയപ്പോ പിന്നെ ഇടിയാ, അവിടെ ഇവിടെയൊക്കെ നല്ല ഇടിയാ. 2 ഇടിച്ചപ്പോ സാധനമാണ്. ഞാൻ അപ്പൊ തന്നെ വീട്ടിൽ പോയിട്ട് കുറ്റം പറഞ്ഞതിന് അത്ര എളുപ്പത്തിൽ സ്റ്റാർട്ടായില്ലേ? 2 ഇടി കൊടുത്തിട്ടാ. അപ്പൊ ദാറ്റ് വാസ് റിയലി ഫൺ. ബട്ട് പക്ഷെ കാശ് കൊടുത്ത് മേടിച്ച് വണ്ടിയിൽ പിടിച്ചിരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര മോശമായിരുന്നു. അത് 2ാമത്തെ പ്രാവശ്യം ഇത് തന്നെ സംഭവിച്ചിട്ട് അവർ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ അവർ വന്നിട്ട് ACDC ഇത് മാറ്റി തരാം എന്നൊക്കെ പറഞ്ഞു. ഐ തോട്ട് ഇറ്റ് വാസ് ഫ്രീ, ബട്ട് ദേ ചാർജ് മീ. പിന്നെ അത് ഞാൻ അതൊരു 6 months പോലും ആയിട്ടില്ല. അപ്പോഴായിരുന്നു ഈ സംഭവം. എത്ര രൂപ വാങ്ങിച്ചു? എനിക്ക് 800 എന്തോ വാങ്ങിച്ചു. അതെ അതെ. അപ്പൊ പിന്നെ അവരുടെ സർവീസ് വീട്ടിൽ വന്ന് തന്നെ ചെയ്തത്. ഞാൻ ആ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നില്ല, ബട്ട് ഇതായിരുന്നു ഒരു എമൗണ്ട് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് 8,000 കിലോമീറ്റേഴ്സ് കഴിയുമ്പോഴത്തേനും ഇത് ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. അതവിടെ ചെന്നിട്ടാണെങ്കിൽ എൻ്റെ അമ്മേ, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങേപ്പുറം പോസ്റ്റ്. ഒരു പ്രാവശ്യം ചെന്നപ്പോഴത്തേനും ഇന്ന് ടോക്കൺ കിട്ടത്തില്ലെന്ന് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. നെക്സ്റ്റ് ഡേ ഞാൻ ലീവ് എടുത്തിട്ട് ചെന്നേക്കും. ലീവ് എടുത്തിട്ട് എനിക്ക് ഞാൻ 2 കൽപ്പിച്ചാ ചെന്നത്. എങ്ങനെയാലും എനിക്കിത് ചെയ്തേ പറ്റൂ. ഞാൻ പിന്നെ അവർ ടോക്കൺ തരുന്നില്ല, ടോക്കൺ ഓൺലൈൻ എടുക്കണം, അതൊക്കെ നമുക്ക് മനസ്സിലാവും, ഇറ്റ് ഹാപ്പൻസ്. ബട്ട് അത് ഇന്ന് കിട്ടത്തില്ല, കുറെ ബൾക്കായി. അത് നമ്മുടെ ഇഷ്യൂ അല്ല. നമുക്കത് ഈ സൗണ്ട് തന്നെ കീ എന്ന് പറഞ്ഞ സൗണ്ട് തന്നെ കേട്ടോണ്ടിരിക്കും. അപ്പൊ അവിടെ ഇരുന്നു ഇത് ചെയ്തു തന്നിട്ട് നമുക്കിന്ന് പോവാം നല്ല രീതിയിൽ തന്നെ ആയി. അത് ചേരാൻ നല്ലവരായിരുന്നു. കസ്റ്റമർ സർവീസ് ഇസ് ക്വൈറ്റ് ഡിസപ്പോയിന്റഡ്. അതെ അതെ. അപ്പോൾ അതിനുശേഷം വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടിരുന്നോ? ACDC മാറ്റിയപ്പോൾ ആ ഇഷ്യൂ മാറി. പിന്നെ ഉള്ളത് ഈ ബ്രേക്ക് പാഡ് മാറ്റിലായിരുന്നു. അത് തന്നെ അന്ന് തന്നെ ഇരുന്ന് തന്നെ ചെയ്തു. എനിക്കൊരു ഹാഫ് ഡേ കൂടുതൽ എങ്ങനെ വന്നാലും അത് ടോക്കൺ എടുക്കാൻ വേണ്ടി മാത്രം പോയി. ദെൻ പിന്നെയാണ് അവർ സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പോകത്തില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ സ്റ്റാർട്ട് 2 ദിവസത്തോളം ഈ മാറ്റാൻ വേണ്ടി ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. വണ്ടികൾ നന്നായിട്ടും കാര്യമില്ല, വിറ്റിട്ടും കാര്യമില്ല. സർവീസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് നമ്മളോട് സംസാരിച്ച ഓലയുടെ ഓണർ ഇത് തന്നെയാണ് പറഞ്ഞത്. ബാക്കിയൊക്കെ ഓക്കെ, പക്ഷേ സർവീസിൻ്റെ കാര്യത്തിൽ വളരെ മോശം എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോകുന്നതൊക്കെ നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിന് സ്ലോട്ട് കിട്ടുന്ന 1 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് എന്തായാലും നമുക്ക് ഓടാൻ പറ്റില്ല. തന്നെയല്ല ചെന്ന് കഴിഞ്ഞാലുള്ള ഒരു റിസപ്ഷൻ ഒക്കെ എങ്ങനെയുണ്ട് അവിടെ മൊത്തത്തിൽ? റിസപ്ഷൻ പിള്ളേരാണ് എല്ലാം. പിന്നെ അവർക്കും ലിമിറ്റേഷൻ ഉണ്ട്. അവർക്കുവാണെങ്കിലും ഓലയുടെ ഇത് തന്നെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർ നമ്മുടെ ഇടയിൽ കസ്റ്റമറിന്റെയും ഡീലറിന്റെ ഇടയിൽ കിടന്ന് ഉരുക എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ വണ്ടി വാങ്ങിക്കരുതെന്നാ പറഞ്ഞത് കേട്ടോ. അങ്ങ് ആ രീതിയിൽ പോലും ശക്തമായിട്ട് പറയേണ്ടി വന്നു ഈ സർവീസിന്റെ ഇഷ്യൂ ഉണ്ടല്ലേ. അതർവൈസ് വണ്ടിയിൽ ഹാപ്പിയാണോ? വണ്ടിയിൽ ഹാപ്പിയാണ്. പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കുറെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സിംഗിൾ സ്റ്റംപാണ് ഞാൻ ആ സമയത്ത് എടുക്കുന്നത്, സിംഗിൾ ഇതിലെടുക്കുന്നത്. അപ്പോൾ
അത് ഒടിയുന്ന കുറെ സംഭവങ്ങളാണ്. അപ്പൊ അതും കൂടെ കണ്ടപ്പോ എനിക്ക് ഗട്ടറൊക്കെ പിന്നെ പേടിയായി. വളരെ പതുക്കെ അങ്ങനെ ഒരു നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ഓടിക്കേണ്ട ഒരു അവസ്ഥ അതൊക്കെ വരുന്നുണ്ട്. ശരി, ഇപ്പൊ അവർ മാറ്റി കൊടുക്കുന്നുണ്ട്. പുതിയതിൽ മാറുകയും ചെയ്തു. പക്ഷേ ഇത് പറഞ്ഞാൽ ഇതൊരു ആശങ്കയായിരിക്കും എപ്പോഴും, ഇത് എപ്പോഴും ഒടിഞ്ഞു പോകുന്നതൊക്കെ അല്ലേ? അതൊക്കെ ഒരു പ്രശ്നമാണ്. അത് പിന്നെ ഈ പറഞ്ഞ പോലെ മാറ്റി, എങ്കിൽ പോലും ഇത്തരം പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുന്നു. എന്താണ് ഇതിന്റെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ? എന്താ ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് ലുക്ക് വൈസ് ആണെങ്കിലും ബൂട്ട് സ്പേസ് ആണെങ്കിലും എവറിത്തിങ് അതൊക്കെ അടിപൊളിയാണ്. പിന്നെ നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, ലൈക്ക് പാട്ട് കേൾക്കാം, എനിക്ക് അതൊക്കെയായിരുന്നു മെയിൻലി. പിന്നെ ഡയറക്ഷൻസ് ആണെങ്കിലും ഇതിൽ തന്നെ ആക്സസ് ചെയ്യാം. ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ഡയറക്ഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അത്ര ആക്യുറേറ്റ് അല്ലെങ്കിൽ കൂടിയും എന്നാലും എനിക്ക് തോന്നുന്ന അപ്ഡേഷനിൽ ഇതൊക്കെ വരുമായിരിക്കും. എത്ര നേരം എടുക്കുന്നുണ്ട് ചാർജ് ചെയ്യാൻ? 6 hours ആണ് അവർ പറയുന്നത്. 6 hours തന്നെ എടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ കുഴപ്പമൊന്നുമില്ല. ഒരു 35 റേഞ്ചിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ എങ്ങനെ വന്നാലും നല്ലൊരു റേഞ്ച് എന്തായാലും വളരെ ലാഭകരമാണ് സംഭവം. ഇത് കമ്പാരിറ്റീവ്ലി പെട്രോൾ വണ്ടി ഇതൊക്കെ നോക്കണമെങ്കിൽ എങ്ങനെ വന്നാലും രീതി തന്നെ വേണ്ടി വരും. ബട്ട് അല്ല, നല്ലതാണ്. ഈ ഒലയ്ക്ക് ശേഷം വന്നിരിക്കുന്ന വണ്ടികളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇലക്ട്രിക് സ്കൂട്ടർ iQube ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതൊന്നും എനിക്ക് ആർക്കും പരാതിയൊന്നും ഇല്ല, നല്ലതാണ്. അപ്പൊ ഇത് വിറ്റാൽ ഏതെടുക്കുമെന്ന് തീരുമാനിച്ചോ? ഇത് വിറ്റ് കഴിഞ്ഞാൽ ഏതെടുക്കും എന്ന് വെച്ചാൽ മിക്കവാറും iQube തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ വിൽക്കുന്നില്ല, എന്നാലും എനിക്ക് ഇതിനൊരു ആത്മബന്ധമുണ്ട്. എന്റെ ആദ്യത്തെ വണ്ടിയാണ്. അല്ലെങ്കിൽ പോലും മാറി ചിന്തിക്കാന്ന് പറയുന്നത് വളരെ iQube എടുത്ത ഒരാളോട് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു iQube കൂടെ എടുക്കാൻ പോവാം. അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. പക്ഷേ ഇപ്പോൾ കണ്ട ആൾ പറയുന്നത് ഈ വണ്ടി എടുക്കരുത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പോലെ അത് കാര്യമായി ശ്രദ്ധിക്കണം എന്നുള്ളൊരു സംശയമില്ല. പിന്നെ വേറൊരു കാര്യമുള്ളത് വെച്ചാൽ നമ്മളിപ്പം ഈ ഇലക്ട്രിക് വണ്ടികൾ വാങ്ങിക്കുമ്പോൾ എല്ലാവരുടെ ഒരു ആശങ്ക, പല ആശങ്കകളുണ്ടല്ലോ. ഇപ്പം ബാറ്ററി ചാർജ് ലൈഫ് എത്ര കാലം ഉണ്ടാവും, റേഞ്ച് ഇത്രയും കിട്ടും. അപ്പോൾ അത്തരം ആശങ്കകളൊന്നും ഇല്ലാതെ തന്നെയാണോ എടുത്തത് ഇലക്ട്രിക് വണ്ടി? അവർ അഷ്യൂർ ചെയ്തു ബാറ്ററി 5 to 7 yearsന്റെ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ ബാറ്ററി ഒന്നും നോക്കിയില്ല, അങ്ങനെ തന്നെ നമ്മൾ എടുക്കുകയാണ്. അതുമേ എല്ലാം വിശ്വാസത്തിന്റെ പുറത്തുനിന്നുള്ള പറയണ പോലെ ആ വിശ്വാസത്തിലാണ് ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് അല്ലേ? അതെ, സത്യം. നല്ലൊരു വിള്ളൽ വീണു. അതെ, വിള്ളൽ വീണു. കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി ശ്രദ്ധിക്കുക പോലെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം സ്റ്റാർട്ടപ്പ് കമ്പനികൾ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു കാര്യമാണ്. അവർ നല്ല വണ്ടികൾ നിർമ്മിക്കുന്നത് നല്ല കാര്യം തന്നെ, പക്ഷേ സർവീസിൻ്റെ കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നമുക്ക് കൂടുതൽ നഴ്സുമാരെ UK വിടുക. താങ്ക് യു. മറ്റൊരു കാര്യമുള്ളത് കമൻറ്റ് ഓഫ് ദ വീക്കാണ്. റോഷോ എന്ന ഡീറ്റെയിലിംഗ് സെൻ്ററാണ് നമ്മളോടൊപ്പം ചേർന്നിട്ട് നിങ്ങൾക്കായിട്ട് 2000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നൽകുന്നത് ആഴ്ചയിൽ ഒരിക്കൽ. റോഷോയെ പറ്റി പറയുകയാണെങ്കിൽ റോഷോ എറണാകുളത്തെ ഏറ്റവും പ്രമുഖമായ ഒരു ഡീറ്റെയിലിംഗ് സെൻ്ററാണ്. എൻ്റെ BMW അവിടെയാണ് റാപ്പ് ചെയ്തത്. അപ്പോൾ റാപ്പിങ്, അതുപോലെ തന്നെ ഗ്രാഫീൻ കോട്ടിങ്, PPF, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഇൻറ്റീരിയർ ക്ലീനിങ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും, ഇൻറ്റീരിയർ ക്ലീനിങ് അല്ല കേട്ടോ, ഡീറ്റെയിലിംഗ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഭംഗിയായിട്ട് ചെയ്തിരുന്ന സ്ഥാപനമാണ് റോഷോ. അപ്പോൾ റോഷോ ഇവിടെ കാക്കനാട് മാവേലിപുരത്താണുള്ളത്. അപ്പോൾ റോഷോ ആണ് നമ്മോടൊപ്പം ചേർന്ന് 2000 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ നൽകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിൽ വയ്ക്കുക. അപ്പോൾ റാപ്പിഡ് ഫയർ ഉണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.